എത്ര കഴിച്ചാലും മതിവരാത്ത ഒരു കിടിലൻ ഐറ്റാണ് ഇന്ന് കാണിക്കുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം ട്രൈ ആക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് വൈകുന്നേരം നോമ്പ് തുറക്കാൻ മാത്രമല്ല രാത്രി ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെവി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഒരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് 2 ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഇതാ ഒരു ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഞാനിതിൽ പച്ചമുളകൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 2 തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. പിന്നെ പൊടികളായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹെവി ആയിട്ട് മസാല ഒന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് സ്പൈസസ് കുറച്ചേ വേണ്ടൂ കേട്ടോ. പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഒറിഗാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് ഞാൻ ആ 2 തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാൻ നോക്കണേ. കാരണം നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു മസാലയാണ് വേണ്ടത്. അപ്പൊ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചപ്പോൾ ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയി പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഫുൾ ടൈം വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഇത് മിക്സ് ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്കിത് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്യാത്ത ചിക്കനാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ മസാലയിൽ കിടന്നിട്ട് തന്നെ ഇത് വേവണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ മസാലയിലേക്ക് ഈ ചിക്കന് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾ അരച്ചെടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കുക്കായിട്ട് വരും കേട്ടോ. അപ്പൊ ഞാനിതാ മിക്സ് ആക്കിയിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഈ ചിക്കൻ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ടൈം നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ചിക്കൻ ഒന്ന് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതാ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി യോജിപ്പിച്ചിട്ട് എടുത്താൽ മാത്രം മതി. ഇത് കുറച്ചും കൂടി ഒന്ന് ജ്യൂസി ആക്കിയിട്ട് എടുക്കണേ. എൻ്റെത് കുറച്ചൊന്ന് ഡ്രൈ ആയി പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ജ്യൂസി ആക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോ നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം. 50 ഗ്രാം ബട്ടർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇത് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം. ഈ ബട്ടർ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കിയിട്ട് ഈ ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ഇനി ഈ മൈദ നല്ലപോലെ ഒന്ന് ഈ ബട്ടറിൽ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ കുറച്ച് സമയം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പൊ ഇത്രയും മതി കേട്ടാ. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. 3/4 കപ്പ് പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാൽ ഒഴിക്കുന്ന സമയത്ത് സോസ് പാന് ഇതുപോലെ ഒന്ന് കുറച്ച് പൊന്തിച്ച് വെച്ചാല് ഈ മൈദ കട്ട പിടിക്കാതെ കിട്ടും. ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതൊന്ന് തിക്കായിട്ട് വരുന്നത് വരെ നമ്മൾ ഇതുപോലെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും ഒരു നുള്ള് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പൊ ഞാൻ സെറ്റ് ചെയ്യുന്നത് കേക്ക് ടിന്നിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാരണ സോസ് പാൻ ഇല്ലേ അതെടുത്തിട്ട് അതിൽ സെറ്റ് ചെയ്താലും മതി. അപ്പൊ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സമൂസ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ എടുക്കുന്ന പാത്രത്തിന്റെ കറക്റ്റ് അളവിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പാത്രത്തിന്റെ അടിയിലായിട്ട് ഇത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇട്ട് കൊടുക്കാം. മസാലന്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ വൈറ്റ് സോസ് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സോസ് ഇതിന്റെ മുകളിലേക്ക് ആക്കിയതിന് ശേഷം ഇനിയിപ്പോ നമുക്ക് കുറച്ച് ചീസ് വേണം. മോസറല്ല ചീസാണ് കിട്ടിയതെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. പക്ഷെ എനിക്ക് ബർഗറിനെല്ലാം വെക്കുന്ന ആ ഒരു സ്ലൈസ്ഡ് ചീസാണ് കിട്ടിയത്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പം മൊസറല്ല ചീസാണ് കിട്ടുന്നതെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ. ഇനി നമുക്ക് ഇതുപോലെ ചീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സമൂസ ഷീറ്റ് ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പൊ ചിലര് സമൂസ ഷീറ്റ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് വെക്കുന്നത് കാണാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര തിന്നായിട്ടുള്ള ഷീറ്റ് ആയതുകൊണ്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൽ അലിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്താൽ മതി.
എന്തായാലും നമ്മളിത് ബേക്ക് ചെയ്യുമ്പോൾ കുക്കായിട്ട് വരും. ഇത് നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ലെയർ ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സമൂസ ഷീറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഫില്ലിങ്ങും പിന്നെ കുറച്ച് സോസും അതുപോലെ തന്നെ കുറച്ച് ചീസും വെച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെയും നമ്മൾ സെയിം അതേപോലെ തന്നെ ഒന്നും കൂടി സെറ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ 3 ലെയർ ആയിട്ടെല്ലാം ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. കാരണം ഓരോ ലെയറിലും നമുക്ക് ആ ചിക്കന്റെ ഫില്ലിങ്ങും പിന്നെ ചീസും ആ ഒരു സോസും ഒക്കെ വരുമ്പം കിട്ടുന്ന ടേസ്റ്റ് ആണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ 3 ലെയർ ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ മൊത്തം നമ്മൾ അതേപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് പിന്നെയും ഷീറ്റ് വെച്ച് കൊടുക്കാം. ഇത് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഷീറ്റ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാന് മോളില് കുറച്ചൊന്ന് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ബേക്ക് ചെയ്യുന്നത് ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഓവനിലും ബേക്ക് ചെയ്യാം. 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് ആണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ സെയിം തന്നെയാണ്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇത് നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള ലസാനിയ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.